ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ളൊരു ഗൈഡൻസ് ആണ്. അതായത് ഇന്ന് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നും കൂടിയുള്ളൂ ഓഫറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. യൂണിവേഴ്സ് ഗൈഡൻസ്. We are the world, inner voice, maturity, beyond illusion, past leaves. ഇൻറ്റൻസിറ്റി ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഐസൊലേഷൻ എന്നൊരു കാർഡ് ഉണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഇപ്പോഴും ഐസായിരിക്കണ, സ്റ്റക്കായിട്ടിരിക്കണ ഒരു എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ എത്രയൊക്കെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും, നിങ്ങൾക്കിവിടെ ഇപ്പോഴും ഒരു സ്റ്റക്ക് എനർജി ഉണ്ട്. ഓക്കെ, ഒരു ബ്ലോക്ക് എനർജിയാണ് അത്. ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അത് എന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ആകുക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വി ആർ ദ വേൾഡ് ആൻഡ് ഇന്നർ വോയിസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു പവറുണ്ട്. ഓക്കെ, നിങ്ങളത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഒരു ഇന്നർ വോയിസ് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയില്ല, നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഐഡിയാസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നർ വോയിസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയാസുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ ആൻസറും നിങ്ങളുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ ആ ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നേടാനുള്ളൊരു പവർ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ടാവും. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം. ഇവിടെ ഇൻറ്റൻസിറ്റി എന്നുള്ളൊരു കാർഡ് അതാണ് പറയുന്നത്. ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളിപ്പം വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക്? ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ ആണോ, നല്ലതാണോ, ചീത്തതാണോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൻസർ തന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൽ എന്ത് സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, നേടാനുള്ളൊരു പവർ ഉണ്ട്, പക്ഷെ നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇല്യൂഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇന്നതാണ് നടക്കുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം സ്പിരിച്വാലിറ്റി ആയിട്ട് കൂടുതലും കണക്ട് ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ പവർ നേടുന്ന ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. സോ ഇന്നത്തെ ഡേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആണെന്ന് ഇവിടെ കാണുന്നുണ്ട്. പാസ്റ്റ് ലീവ്സ് എന്നൊരു കാർഡാണ് നമുക്ക് അവസാനം വന്നത്. നിങ്ങൾ പാസ്റ്റത്തെ കാര്യം ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വേദനയ്ക്ക് കാരണം, അല്ലെങ്കിൽ അതാണ് നിങ്ങളെ ഒരു ഐസൊലേഷൻ സിറ്റുവേഷനിൽ വെക്കുന്നത്, ഒരു സ്റ്റക്കഡ് സിറ്റുവേഷനിൽ വെക്കുന്നതെങ്കിൽ അതിനെ മൂവ് ഓൺ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെ നമുക്ക് ലൈഫിലേക്ക് എടുത്തിട്ട് വേറൊന്നും അവിടെ നേടാനില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വരേണ്ടത് എങ്ങനെയായാലും നിങ്ങളിലേക്ക് വരും. അപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിലേക്ക് വേറെ എന്തെങ്കിലും ബ്ലോക്കുകളുണ്ട്, കരിയറിൽ ബ്ലോക്ക് ആവുന്നുണ്ട്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ ഇന്ന് പാസ്റ്റിനെ ഇങ്ങനെ സ്റ്റക്കാക്കി വെക്കുന്നതുകൊണ്ടാണ്, പാസ്റ്റിനെ വിടാതെ പിടിച്ചു വെക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഐഡിയാസുകൾ കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ്, എന്താണ് മിസ്റ്റേക്ക്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നർ വോയിസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
പാസ്റ്റ് ലൈഫിനെ വിട്ടുകളയുക. ഓക്കെ, ഇവിടെ മെച്യൂരിറ്റി എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കൂടുതലായിട്ടും പല കാര്യത്തിലും മെച്യൂർഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പലതും നിങ്ങളിലേക്ക് വരുമ്പം അല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടായിരിക്കും ആ ഒരു കാര്യത്തെ എടുക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് പക്വതയോടെ ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്? ഏസ് ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ്. ഇത് മണിയാണ്, ഫിനാൻഷ്യലി. ഓക്കെ, നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ പൈസ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങൾ പക്വതയോടെ പെരുമാറുന്നതായിരിക്കാം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് സ്നേഹത്തിന്റെ കാർഡാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഓർ ഫാമിലി, പാരൻസ്, ബ്രദർ, സിസ്റ്റർ, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ, ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് സ്നേഹം ഇങ്ങനെ കാണിക്കും ഇന്നത്തെ ദിവസം. 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ട് പോകാനെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും കാണുന്നുണ്ട്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതാവുന്നത് ഈ പാസ്റ്റ് ലൈഫിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റക്ക് ആയിട്ടുള്ള ഒരുമാതിരിയുള്ള ഒരു എനർജിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഡൻസി ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ അതിൽ സ്റ്റക്കായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കേണ്ട ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരും. അപ്പം അതിനെ ഓവർകം ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇത് ബാലൻസ് ചെയ്തില്ല, നിങ്ങൾ ആ എനർജിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഗൈഡൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക. മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഓർ സ്കില്ലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളിൽ കിടന്ന് കറങ്ങി കളിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ നിങ്ങളുടെ ഇന്നർ വോയിസ് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക.